കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരമ്മ സ്വന്തം വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സംഭവം പലരും അറിഞ്ഞു കാണും. പല മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും ഈ സംഭവം ചെറിയ വാർത്തകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വാർത്തയാകാൻ കാരണം മറ്റൊന്നാണ് കേട്ടോ. ഇവര് വീട്ടിൽ പ്രസവിച്ചത് കാരണമായിട്ട് ഇവർക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. അതിനെ പ്രതിഷേധിച്ചാണ് ഇവർ മനുഷ്യാവകാശ കമ്മീഷനിൽ അങ്ങ് പരാതി നൽകി. ഈ സംഭവം നടക്കുന്നത് എന്റെ നാടായിട്ടുള്ള കോഴിക്കോട് വെച്ചാണ് കേട്ടോ. സംഭവം ഈ കുഞ്ഞ് പ്രസവിച്ചിട്ട് 4 മാസമൊക്കെ ആയി. 2024 നവംബർ 2 കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ച് 4 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലേ, എന്തായിരിക്കും കൊടുക്കാഞ്ഞത് എന്നുള്ളത്. സംഭവം 2024 ഒക്ടോബർ 28 ഇവരോട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ് ഡോക്ടർ. പക്ഷെ ഇവർ അക്യൂപങ്ചറിന്റെ ആൾക്കാരാണ്. ഇവർക്ക് മോഡേൺ മെഡിസിൻ അലർജിയാണ്. ഇവർക്ക് ശരീരത്തിൽ മരുന്നൊന്നും കയറാൻ പറ്റൂല. അങ്ങനെ ഇവരെന്താക്കി, പ്രസവ വേദന വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങ് അഡ്മിറ്റ് ആയില്ല. അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പ്രസവ വേദന വന്ന സമയത്ത് ഇവര് വീട്ടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു. സ്വാഭാവികമായിട്ടും താഴോട്ട് ഇറക്കി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവരെന്താക്കി, വീട്ടിൽ നിന്ന് അങ്ങ് പ്രസവിച്ച്. അങ്ങനെ പ്രസവിച്ചാലും കുഞ്ഞിനെയും കൊണ്ട് ഉടനെ ഹോസ്പിറ്റലിൽ പോയി വേണ്ട ശുശ്രൂഷകളൊക്കെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ എന്തോ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റിൽ ഇവർക്ക് അഡ്മിറ്റ് ആകാൻ സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആകാം എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം പ്രസവവേദന വന്ന് അങ്ങനെ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഓട്ടോയിൽ വെച്ച് പ്രസവിച്ച്. അങ്ങനെ ഒരു സംഭവം എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് ചെയ്തത് കാരണമായിട്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇവരുടെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കുഞ്ഞിനെ പ്രസവിച്ച് അവരവിടെ വെച്ച് ഹോസ്പിറ്റലിലും അങ്ങോട്ട് പോയിട്ടുമില്ല. അത് തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അങ്ങനെ കുഞ്ഞിനെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്താക്കി, കേസ്മാർട്ട് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ആപ്പിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കി. പക്ഷെ അപ്പോൾ കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയി കാര്യം പറഞ്ഞ് അവരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് ഇവർ പരാതി നൽകുന്നതും ഈ സംഭവം വാർത്തയാകുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇവർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അവരുടെ അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പോസ്റ്റൽ കെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് ഇവർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഹോസ്പിറ്റലിൽ കാണിച്ചത് ഇവർ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ കേട്ടോ. കുഞ്ഞ് വയറ്റിലുണ്ടാകുന്ന സമയത്താണ് ഈ പറഞ്ഞ സ്കാനിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇവർ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ പോസ്റ്റൽ കെയർ അഥവാ പ്രസവ രക്ഷാ ശുശ്രൂഷ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അത് ഏതോ ആയുർവേദ സെന്ററിൽ പോയിട്ടാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതും. ഞാനിവിടെ ഒരിക്കലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരെ കുറ്റം പറയില്ല കേട്ടോ. കാരണം കുഞ്ഞ് ഇവരുടേതാണ് എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇവരുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. ഒന്നും വേണ്ട, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊന്ന് നോക്കി. പെട്ടെന്നൊരു ദിവസം ഇവരുടെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ കുഞ്ഞിനെയും പിടിച്ചു വരാണ്, ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും? ഇവരാണെങ്കിൽ കുഞ്ഞ് ഇവരുടേതാണെന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ചോദിച്ചിട്ട് അതില്ല ഇവരെടുത്ത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തെളിവ് ഉണ്ടാക്കാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും അഡ്മിറ്റ് ആകുന്നത്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഇവരുടെ അടുത്ത് ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. ഈ കുഞ്ഞ് ഇവരുടേതാണെന്ന് എന്താണ് ഉറപ്പ്? ഇനിയിപ്പോ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് കുഞ്ഞിന്റെയും അമ്മയുടെയും DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് വഴികളൊന്നും കാണാനില്ല. എന്തായാലും ഇവര് തുടർന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോക്കാം. കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്ന് കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെ ഡേറ്റ് ഒക്കെ തന്നിരുന്ന ശേഷം വീട്ടിൽ നിന്ന് ആയി പ്രസവം പെട്ടെന്ന്. അപ്പോൾ ആയത് അവരോട് പറയുകയും ചെയ്തു. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത്. നമുക്ക് 28-ാം തീയതി ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ 28-ാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും. അപ്പോൾ അതിന് എനിക്കും വെക്കുവാനും താല്പര്യമില്ല അതിന് മരുന്ന് വെച്ചിട്ട് ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കാൻ ആ സമയമാകുമ്പോൾ പോകാമെന്നുള്ള ഇതിലേ നിന്നത്. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഈ പ്രസവാനന്തരത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, അവർക്ക് അതിൻ്റെ ഇത് കട്ട് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട്? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ ഒരു തയ്ക്കും വൈക്കും വെച്ചും കൂടി ചെയ്യുന്നല്ലേ, അല്ലാണ്ട് ഇപ്പൊ എന്തൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് മരുന്ന് അലർജിയാണ്. നമ്മളൊക്കെ അക്യുപങ്ചറിന്റെ ആൾക്കാരാണ്, നമുക്ക് മരുന്ന് പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസവം ഹോസ്പിറ്റലിൽ വേണ്ട അല്ലേ. വല്ലാത്തൊരു ടൈപ്പ് ആൾക്കാർ ഇഷ്ടം. ഇന്നും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോകണേ. ലോകം എത്ര പുരോഗമിച്ചിട്ടും ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കിയത്. പിന്നെ കുളിപ്പിക്കാൻ കാര്യം ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്തത്. ബെസ്റ്റ്. ബ്ലേഡ് വാങ്ങി കൊണ്ടുവന്ന് പൊക്കിൾ കൂടി കട്ട് ചെയ്ത് അല്ലേ. കുളിപ്പിക്കാനാണെങ്കിൽ ഉമ്മയും കുളിപ്പിച്ച്, നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയാൽ പോരെ. എല്ലാം നിങ്ങൾ തന്നെ ചെയ്താണെങ്കിൽ പൊക്കിൾ കൂടിയും കട്ട് ചെയ്ത് കുളിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ പണി? ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ് ഈ പൊക്കിൾ കൂടി മുറിക്കുക എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. ഈ പുറത്തുനിന്ന് വാങ്ങി വന്ന ബ്ലേഡൊക്കെ വാങ്ങി വന്ന് മുറിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തോ ഭാഗ്യത്തിനാണ് കുട്ടിയുടെ ആരോഗ്യത്തോടെ കിട്ടിയത് കേട്ടോ.
കുട്ടീൻ്റെ ആരോഗ്യം വെച്ചുള്ള റിസ്ക് ആണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പൊക്കിൾക്ക് ബോഡിയൊക്കെ മുറിക്കുന്ന സമയത്ത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് വേണം മുറിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ, പ്രസവവാടി പോയി കഴിഞ്ഞാണെങ്കിൽ അവിടെ എല്ലാവരും കയറ്റൊന്നുമില്ല, ഭയങ്കര ഹൈജീൻ ആയിട്ടായിരിക്കും സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ്? ഇങ്ങനെ പൊക്കിൾ കൂടി മുറിക്കുന്നതിനെ കൊണ്ടാണ്. അത്രയും കെയർ എടുത്ത് ചുറ്റുപാടുകളൊക്കെ നോക്കി ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. ഇവൻ മുറിക്കുന്ന ഡോക്ടർമാർ വരെ എല്ലാം മൂടി കെട്ടിയിട്ടാണ് പൊക്കിൾ കൂടി മുറിക്കാറ് അല്ലേ. ഇതൊന്നും ഇല്ല, എല്ലാം എക്സ്പോസ്ഡ് ആക്കിയിട്ട് ഒരു ബ്ലേഡ് വാങ്ങിയിട്ട് അങ്ങോട്ട് മുറിച്ചേക്കാണ്. പ്രത്യേകിച്ച് ഒന്നും ഇവിടെ പറയാല്ല, ബാക്കി പറഞ്ഞാട്ടെ. അറിയായിരുന്നു ചെയ്യാൻ? കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് പഠിക്കാന്നുള്ള കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു, കട്ട് ചെയ്തു. അതെ, കട്ട് ചെയ്യണം എന്നുള്ള അറിയായിരുന്നു, കട്ട് ചെയ്തു. കുളിപ്പിക്കണം എന്നുള്ള അറിയായിരുന്നു, കുളിപ്പിച്ചു. അത്ര തന്നെ, വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ വരില്ല. ഒക്കെ അങ്ങോട്ട് തനിഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്യാൻ അല്ലേ. ഇവിടെ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവര് കുഞ്ഞിന് വാക്സിൻ പോലും നിഷേധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അക്യൂപങ്ക്ചർ എടുക്കുകയോ ഒരസുഖം വരുമ്പോൾ ചികിത്സിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളി. പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് നൽകേണ്ട ചില അവകാശങ്ങളുണ്ട്. അതിന് നിയമം അനുശാസിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. കുഞ്ഞിന് വാക്സിൻ കൊടുക്കുക, മറ്റു ചില പ്രിക്കോഷൻസ് എടുക്കുക, ഇതൊക്കെ നിയമം അനുശാസിക്കുന്ന കാര്യമാണ് അല്ലെ. അത് നിഷേധിക്കുന്നത് കുഞ്ഞിനോട് കാണിക്കുന്ന നീതി നിഷേധമാണ്. എന്തായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഒരു റിസ്ക് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും, വീട്ടിൽ നിന്നാണ് പ്രസവം, അതിലൊരു റിസ്ക് സ്വാഭാവികമായിട്ടുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? ഒരിക്കലുമില്ല. റിസ്ക് ഉണ്ട്. നമ്മൾ രണ്ടോളം അക്യുപഞ്ചർ പഠിച്ച ആൾക്കാരാണ്. സോ ഇതിൻ്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതെ, പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്ന പോലെ അങ്ങോട്ട് പ്രസവിക്കുക തന്നെ, വേറെ പെന്തില്ലേ. എന്താ ഞാനിതിനൊക്കെ പറയാം. നിങ്ങൾ അക്യുപങ്ക്ചർ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മനുഷ്യൻ പ്രസവിക്കുന്ന പോലെ തന്നെയല്ലേ പ്രസവിക്കുക. അല്ലാണ്ട് നിങ്ങളെ പ്രസവത്തിന് മാറ്റൊന്നും വരില്ലല്ലോ. ഒന്നും വേണ്ട. ഇവിടെ തന്നെ ഒരു സിനാരിയോ ഞാൻ പറയാം. ഇവിടെ കുഞ്ഞിപ്പോ നോർമൽ ആയിട്ടാണല്ലോ വന്നത്. നേരെ തിരിച്ച് ആദ്യം തല പുറത്ത് വരുന്നതിന് പകരം കാലാണെങ്കിലും പുറത്ത് വന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? മട്ടം തിരിഞ്ഞിട്ടുണ്ടാക്കും. കുഞ്ഞിന്റെ ഏത് ഭാഗമാണ് ആദ്യം പുറത്ത് വരാന്ന് നമുക്ക് അറിയില്ല അല്ലേ. തല ആദ്യം വരുന്നതാണ് നോർമൽ രീതി. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാണെങ്കിൽ ഹെവി റിസ്ക് ആയിരിക്കും. പിന്നെ ഹെവി കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ എങ്ങനെ ഇവിടെ സംഭവിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ റിസ്ക് എടുത്തിട്ടുള്ളത്. അമ്മക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല, അത് പോട്ടെ. പക്ഷെ കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിച്ചത്. അതൊരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലീഡിംഗ് ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ആശുപത്രിയെ സമീപിക്കുക എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാണെങ്കിൽ പുറത്ത് പോയി ഒരു മുണ്ട് മേടിച്ചിട്ട് അങ്ങ് തുടച്ചു കളയണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വന്നാൽ നമ്മൾ എന്താ ചെയ്യാറ്? തുടച്ചു കളയും, കഴുകി കളയും. അതേപോലെ തന്നെ എവിടെയും ചെയ്യാം. വേറെ പന്ത് ഇതൊക്കെ സിമ്പിൾ കാര്യമില്ല. ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാണ്, വേറെ പണിയില്ല അല്ലേ. ബാക്കി പറഞ്ഞാട്ടെ. എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ ടൈം ആയപ്പോലും നമ്മൾ പാനിക് ആവുന്നില്ല. അതെ, നമ്മൾ പാനിക് ആവുന്നില്ല. കുട്ടി പകുതി വന്നല്ലോ, ഇനി പകുതി അങ്ങോട്ട് കൈയും പിടിച്ച് വലിച്ചെടുക്കുക. അപ്പൊ ബാക്കിയും കൂടി പുറത്തേക്ക് വന്നോളൂ. നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. പാനിക് ആവുമ്പോഴാണ് പ്രശ്നം. പാനിക് ആവേണ്ട ആവശ്യമേ ഇല്ല അല്ലേ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ആവുന്നില്ല. ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു കുട്ടി പുറത്ത് വന്നു അവിടെ ബ്ലീഡിങ് നിന്നു. ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ ബ്ലീഡിങ് എന്ന് മരിക്കുന്ന ഒരുപാട് കേസുകളില്ലേ. അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. കുട്ടിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും അത് വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആൾക്കാർ ബ്ലീഡിങ് വന്ന് മരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരിന്റെ പ്രവൃത്തിനെ പുള്ളിക്കാരെ ന്യായീകരിക്കുന്നത് അല്ലേ. ഹോസ്പിറ്റലിലൊക്കെ ബ്ലീഡിങ് എന്ന് മരിക്കുന്നതൊക്കെ ലക്ഷത്തിൽ ഒന്നേ സംഭവിക്കുന്നുള്ളൂ. അതും പൊക്കി പിടിച്ചോണ്ടാണ് പുള്ളിക്കാരി ന്യായീകരിക്കാൻ വന്നേക്കുന്നത്. എന്തായാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോഴാണ് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്തായാലും. എനിവേ ഈ വാർത്തകളുടെ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പലരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിലൊക്കെ പണ്ട് എന്റെ ഉമ്മൂമ്മ 10-12 ഒക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അന്നൊക്കെ ആൾക്കാർ വീട്ടിൽ നിന്നല്ലേ പ്രസവിക്കല്. ഇപ്പോ അല്ല ഹോസ്പിറ്റലിലൊക്കെ വന്നത്. വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളവരോട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഇങ്ങനെ 10-12 പ്രസവിച്ചവരിൽ എത്ര ആൾക്കാർ ജീവനോട് കിട്ടിയിട്ടുണ്ട്? ഇനി ജീവനോട് കിട്ടിയതിൽ തന്നെ എത്ര ആൾക്കാർ ഒരു 50 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്? അത് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു വപ്പ പഠിക്കും. ശരിയാണ്, പണ്ടത്തെ ആൾക്കാർ വീട്ടിൽ നിന്നാണ് പ്രസവിക്കാറ്. 10-12 ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതുകൊണ്ട് തന്നെ പല പ്രസവങ്ങളും ഡെലിവറി പ്രോപ്പർ ആവാത്തത് കാരണം ഫെയിലിയർ ആവാറാണ് പതിവ്. ചുരുക്കി പറഞ്ഞാൽ പണ്ടൊക്കെ 10-12 പ്രസവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ 5-6 ആൾക്കാരെ സർവൈവ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പോകും. എന്നാൽ ഇന്നത്തെ കാലം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇന്നിപ്പോ ഒരാൾ 2-3 ഒക്കെ പ്രസവിക്കുള്ളൂ അല്ലെ. പക്ഷെ അങ്ങനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ചു കിട്ടാറുണ്ട് അല്ലെ. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് വന്നു തുടങ്ങി. ഇതൊന്നും അറിയാതെ മനസ്സിലാക്കാതെയാണ് എന്റെ ഉമ്മൂമ്മ 10 പ്രസവിച്ചു, എന്റെ ഉമ്മൂമാന്റെ ഉമ്മൂമ്മ 20 പ്രസവിച്ചു എന്നും പറഞ്ഞ് പല ടീംസ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്നും വേണ്ട, ഞാൻ ചില കണക്കുകൾ പുറത്തു വിടാം, സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. മാതൃമരണ നിരക്കിന്റെയും ശിശുമരണ നിരക്കിന്റെയും കണക്കുകളാണ് ഇവ. 1947 മാതൃമരണ നിരക്ക്, അതായത് പ്രസവിക്കുന്ന സമയത്ത് അമ്മ മരിച്ചു പോകുന്ന സംഭവങ്ങൾ. ഇങ്ങനെ മരിച്ചിട്ടുള്ളത്
എന്നുള്ളത് 1,00,000 ആളുകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ 2,000 ആയിരുന്നു. എന്നാൽ ഇന്നത് 1,00,000 ആളുകൾ പ്രസവിക്കുമ്പോൾ 97 ചുരുങ്ങി. അത്രയും മരണനിരക്ക് കുറയ്ക്കാൻ പറ്റി. ഇനി ശിശു മരണനിരക്കിലേക്ക് വരുമ്പോൾ, അതായത് പ്രസവിക്കുന്ന സമയത്ത് മരിക്കുന്ന കുട്ടികളിലേക്ക് വരുമ്പോൾ 1000-ൽ അത് 145 ആയിരുന്നു 1947. എന്നാൽ ഇന്ന് അത് 1028 ചുരുങ്ങി. ഇതിപ്പോ ഇന്ത്യയിലെ കണക്കാണ്. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് 1970-ൽ ശിശു മരണനിരക്ക് 1056 ആയിരുന്നു. എന്നാൽ ഇപ്പൊ അത് 1006 ചുരുങ്ങി. അത്രയും മാറ്റം വന്ന് അല്ലെ ആളുകൾ ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിക്കുന്നത് കാരണമായിട്ട്. എല്ലാ കുട്ടികളും പൂർണ്ണ ആരോഗ്യത്തോടെ പ്രസവിച്ചോളണമെന്നില്ല. 30-40% കുട്ടികളും ഹെവി റിസ്കോട് കൂടിയാണ് പ്രസവിക്കുന്നത്. അവർക്ക് പ്രസവിക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഹോസ്പിറ്റലിൽ വെച്ചാകുന്ന സമയത്ത് ഉടനെ പരിഹരിക്കപ്പെടും. അപ്പൊ അവരെ പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ചു കിട്ടും. എന്നാൽ വീട്ടിൽ വെച്ച് പ്രസവിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടൂല. അതുകൊണ്ടാണ് പണ്ടൊക്കെ പ്രസവിക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ മരിച്ചിരുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമോധം പലർക്കും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി 2023-ലെയും 2024-ലെയും വീട്ടിലെ പ്രസവത്തിലെ കണക്കുകൾ ഞാൻ ജില്ല തിരിച്ച് സൈഡിൽ കൊടുക്കാം. ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 2023-ൽ മലപ്പുറത്ത് മാത്രം 253 ആൾക്കാരാണ് വീട്ടിൽ വെച്ച് പ്രസവിച്ചിട്ടുള്ളത്. മറ്റുള്ള ജില്ലകളെക്കാളും എത്രയോ മുകളിലും അല്ലേ. പക്ഷേ 2024 ആയപ്പോഴേക്കും അത് 93 ചുരുങ്ങി. എന്നാലും അത് മറ്റുള്ള ജില്ലകളിൽ 2023-ലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ തന്നെയാണ് അല്ലെ. അതിനൊരു കാരണവുമുണ്ട്. മലപ്പുറത്ത് വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്ന പല കേന്ദ്രങ്ങളും ഉണ്ട്. അവിടേക്ക് പല ജില്ലകളിൽ നിന്നും ആൾക്കാർ എത്താറുമുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട് എന്നുള്ളതാണ് കേട്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇവർ പ്രസവം നടത്തുക. ഒരു പട്ടിക്കുഞ്ഞ് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് രഹസ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇനി അഥവാ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർ ആരറിയാണ്ട് ഒതുക്കി തീർക്കും. ഇനി കുഞ്ഞ് രക്ഷപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ ഇവരെന്നെ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മലപ്പുറത്ത് വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നവരുടെ എണ്ണം ഇത്ര കൂടുതലായി കാണിക്കുന്നത്. ശരിക്കും ഇതിനെതിരൊക്കെ ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അല്ലേ. എന്തായാലും ഇതിനെതിരൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട്. പല കേന്ദ്രങ്ങളും ഇങ്ങനെ ഇടപെട്ട് പൂട്ടിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.